പ്രമുഖ മാധ്യമപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഭാസുരേന്ദ്ര ബാബു അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂരമായ പോലീസ് പീഡനങ്ങൾക്കിരയായിരുന്നു. ഇതിനു മുൻപും പലതവണ അദ്ദേഹത്തിന് വേട്ടയാടുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പ്രമുഖ മാധ്യമപ്രവർത്തകനായിരുന്നു. ഇന്നാണ് അദ്ദേഹം അന്തരിച്ചത്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. പ്രമുഖ മാധ്യമപ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായിരുന്നു ഭാസുരേന്ദ്ര ബാബു. അദ്ദേഹം സമൂഹത്തിനായി ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ഇടതുപക്ഷ അനുഭാവി കൂടെയായിരുന്നു ശ്രീ ഭാസുരേന്ദ്ര ബാബു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഇപ്പോൾ പലരും അനുശോചനമടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കൂടെ ചേരുകയാണ്. ശ്രീ രാജേന്ദ്രൻ, പ്രമുഖ മാധ്യമപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഭാസുരേന്ദ്ര ബാബു ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കാണുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തുവെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കനത്ത നഷ്ടമാണ് എന്ന് തന്നെ പറയാം. അദ്ദേഹം പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് സർവോപരി നമ്മളെ കൈരളി ഈ ടി വിക്കും വലിയ നഷ്ടമാണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ആ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി അത് ഈ അദ്ദേഹത്തിൻ്റെ വളരെ ജനപ്രിയമായ ഒരു പങ്ക്തിയായിരുന്നു. ഈ പത്രവാർത്ത എല്ലാ ദിവസവും തന്നെ രാവിലെ ഈ കൈരളി ടി വി പ്രേക്ഷകർക്കായി അദ്ദേഹം പത്രവാർത്ത എന്ന ഒരു പങ്ക്തി അവതരിപ്പിച്ചിരുന്നു. പത്രവിശകലന പങ്ക്തിയായിരുന്നു. അത് വളരെ ജനപ്രിയമായിരുന്നു. അന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് ഭാസുരേന്ദ്ര ബാബുവിൻ്റെ പത്രവാർത്ത അരമണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പത്രം വായിക്കേണ്ടതില്ല എന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിലെ തുടക്കം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളിൽ വളരെ സജീവമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളുടെ ഭാഗമായിരുന്നു. പിന്നീട് അദ്ദേഹം നക്സൽ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുകയുണ്ടായത്. നക്സൽ മുന്നേറ്റങ്ങൾ ശക്തമായിരുന്ന ഈ ഒരു 60കളുടെ അവസാനം 70കളിലെല്ലാം തന്നെ അതിൻ്റെ ഒരു മുൻനിര പോരാളിയായി അദ്ദേഹം സജീവമായി രംഗത്തുണ്ടായിരുന്നു. അദ്ദേഹം AG's ഓഫീസിലെ ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹം ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് നക്സൽ മുന്നേറ്റങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിക്രൂരമായ പോലീസ് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ക്രൂരമായ പോലീസ് പീഡനങ്ങൾ. ഒരുപാട് നാളുകൾ അദ്ദേഹം ജയിലിലായിരുന്നു. അതിൻ്റേതായ അന്ന് ഉണ്ടായ മർദ്ദനങ്ങൾ ഉണ്ടാക്കിയ ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിലുടനീളം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. അദ്ദേഹം പക്ഷേ നക്സൽ പ്രസ്ഥാനം അത് പിന്നീട് വളരെ ശോഷിച്ച് വളരെ ദുർബലമായ ഘട്ടത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു ഒരു നക്സലിസം അല്ല ഇതിനൊന്നുള്ള പരിഹാരം, മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ശരിയായ കമ്മ്യൂണിസ്റ്റ് രീതിയിലൂടെ സഞ്ചരിക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഭാഗമായി പിന്നീട് അദ്ദേഹം CPM-ഉമായും മറ്റ് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുമായെല്ലാം തന്നെ സഹകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊണ്ടിരുന്നു. ഉദാരവൽക്കരണത്തിന് ശക്തമായ നിലപാട് കൈക്കൊണ്ടിരുന്നു. ഇടത് പുരോഗമന ചിന്താഗതിയുടെ ഏറ്റവും സജീവ വക്താവായിരുന്നു. ഈ CPM-നെല്ലാം തന്നെ മാധ്യമങ്ങൾ കൂട്ടത്തോടുകൂടി വേട്ടയാടിരുന്ന ആ ഒരു കാലഘട്ടത്തിലെല്ലാം തന്നെ അദ്ദേഹം ടെലിവിഷൻ സ്ക്രീനുകളിലെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു. വളരെ ശക്തമായ രീതിയിൽ തന്നെ പുരോഗമന പക്ഷ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു വൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതുകൂടാതെ അദ്ദേഹം നല്ലൊരു പ്രാസംഗികനായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷവുമായി യോജിച്ച് പ്രവർത്തിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഒരു വക്താവായിട്ട് തന്നെ അദ്ദേഹം രംഗത്ത് വരുന്നിരുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ മുന്നേറ്റങ്ങളെല്ലാം അദ്ദേഹം സജീവമായ രംഗത്തുണ്ടായിരുന്നു. എന്ത് മനുഷ്യാവകാശ വിഷയം വന്നു കഴിഞ്ഞാലും അതിനകത്ത് അദ്ദേഹം ഇടപെട്ടിരുന്നു. മാത്രമല്ല അത് ഇടപെടുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രസംഗത്തിലൂടെയോ എഴുത്തിലൂടെയോ അല്ലെങ്കിൽ ടെലിവിഷൻ ചർച്ചകളിലൂടെയോ ഒന്നും മാത്രമല്ല, അതിനകത്ത് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നേരിട്ട് നടത്തിയിരുന്നു. അത് മന്ത്രിമാരുമായി നേരിൽ കാണുക, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി നേരിൽ കാണുക, ആ രീതിയിൽ അദ്ദേഹം ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഭാസുരേന്ദ്ര ബാബുവിൻ്റെ ഈ വിയോഗമെന്ന് പറയുന്നത് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ്.